ഭക്ഷണപ്രേമികൾക്ക് എന്നും വെറൈറ്റി ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനാണല്ലോ ഇഷ്ടം. ഞാനും വലിയൊരു ഫുഡിയാണേ. അതുകൊണ്ട് തന്നെ എന്നും ഒരുപോലെ ഫുഡ് കഴിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എന്നും ഒരുപോലെ ചിക്കൻ കറി വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നൊരു വേറൊരു രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ദാബ സ്റ്റൈൽ ചിക്കൻ കറി വെക്കാമെന്ന് കരുതിയത്. നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായി എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഹോൾ സ്പൈസസ് മുഴുവനായിട്ട് ഇടുക. അതിനുശേഷം 3 വെള്ളുള്ളി ചെറുതായി മുറിച്ചിട്ടുണ്ട്, 3 പച്ചമുളക്, കുറച്ച് കാന്താരിയും എല്ലാം കൂടെ ചെറുതായി മുറിച്ചതിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ദേ കളറൊക്കെ ഇതുപോലൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മെഷർമെന്റ്സ് ആണ് ഓരോന്നും പറയുന്നത് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ഏറ്റവും നല്ലത് പൊടിയുപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും കല്ലുപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശേഷം നന്നായി ഇളക്കിയ ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് അടിയൊന്നും പിടിക്കില്ല, ധൈര്യത്തോടെ വെച്ചോളൂ. അതിനകത്ത് നിന്നും വെള്ളം എല്ലാം നന്നായി വന്നിട്ടുണ്ടാവും. ഇതുവരെ ആയിട്ട് നമ്മൾ അതിനകത്തേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ നല്ലോണം വെള്ളവും എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് വലിയൊരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ ചേർക്കാം. ഇനി മസാലപ്പൊടികൾ ചേർക്കുകയാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പക്ഷെ ഒരുപാട് സ്പൈസി ആയി നിൽക്കുന്നതല്ലാതെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതാണ് ഈ ഒരു ദാബ സ്റ്റൈൽ ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞ അളവുകളെല്ലാം ടേബിൾ സ്പൂൺ ആണേ, ടീസ്പൂൺ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശേഷം നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റെങ്കിലും വേവിക്കാം. മസാലകളെല്ലാം ചിക്കനിൽ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അടച്ചു വെച്ച് വേവിക്കുന്നത്. നമുക്ക് കറിക്ക് ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ഗ്ലാസ് ആണ് ചേർത്തിരിക്കുന്നത്. 1 ഗ്ലാസ് വരെ വെള്ളം ചേർക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോവാണ്. 1/2 ഗ്ലാസ് മുതൽ 3/4 ഗ്ലാസ് വരെ അധികം പുളിപ്പൊന്നും ഇല്ലാത്ത തൈര്. അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇതിന്റെ ടേസ്റ്റും മണവും അത് വേറെ തന്നെയാണ്. മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് എന്തായാലും ഈ റെസിപ്പി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ.